My dear brother, my esteemed friend, who is very close to my chest, Mr. Hari Kumar, who is leading the elite group of companies, whom I always, and persons like me call Hariyatan. It is due to his instigation and invitation that I am a part of this function. And also Mr. Rafiq, I am thankful to him. We all wish him all the best for convening such a glorious and magnificent program. In front of me, I see a host of luminaries seated in the audience in front of the great persons assembled here. There are our honorable guests from the Emirat, UAE. We as Indians are always very much obliged and grateful to this great nation, United Arab Emirates. We are thankful and we always pay our respects, our tribute to that great personality of history, Sheikh Zayed bin Sultan Al Nahyan, rahimahullah, who created out of nothing a great nation. Sheikh Zayed belongs to those arena of great founders of nations. He created his wonderful nation in the modern terms from nothingness. I sometimes compare him with our great leader Mohandas Karamchand Gandhi. Gandhiji is the father of our nation India. Is throughout the world, he is well known as the ambassador of peace and non-violence. Likewise, Sheikh Zayed is a great personality who spread the message of love, compassion, and sharing, caring for the fellow human beings. In this present day condition, when the world is thirsty for human values, everywhere there is strife, hatred, we have to spread the message of love and compassion. ലോകം മുഴുവനും അക്രമവും അസമാധാനവും അരങ്ങുവാഴുന്ന ഒരു സമയത്താണ് ഇതുപോലുള്ളൊരു മഹത്തായ ചടങ്ങ് നമ്മുടെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ ദുബായിൽ സംഘടിപ്പിച്ചത്. ഒരു മഹത്തായ അവസരമാണ്. സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, പരസ്പരം പങ്കുവെപ്പിന്റെ ആ മഹത്തായ അവസരത്തെ അനുഗ്രഹിക്കാൻ കർണാടക അസംബ്ലിയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ, എന്റെ അഭിവന്ദ്യനായ സുഹൃത്ത് UT ഖാദർ സാഹിബിനെ പോലെ അഭിവന്ദ്യനായ എന്റെ സഹോദരി കർണാടക മന്ത്രി പ്രഗത്ഭയായ സീതക്കയെ പോലെ ഇവർ രണ്ടുപേരും അതുപോലെ എത്രയോ പ്രമുഖർ സംബന്ധിച്ചിട്ടുള്ള ചടങ്ങാണ്. ഖാദർ സാഹിബ് എത്രയോ കാലമായിട്ട് എന്റെ സുഹൃത്താണ്. മലയാളികളുടെ എല്ലാവരുടെയും വളരെ വേണ്ടപ്പെട്ട യുദ്ധത്തോടെ ഇതൊക്കെ അടുത്ത ദിവസമാണ് കോഴിക്കോട് വന്ന് ഒരു വലിയ റാലിയെ അഭിസംബോധന ചെയ്ത് അവിടെ ജനങ്ങൾക്ക് മുഴുവൻ പ്രചോദനം പകരുന്നു. ഹരിയേട്ടന്റെ സ്നേഹവും കാരുണ്യവുമാണ് ഒരുപക്ഷെ എന്നെയും ഈ വേദിയിൽ എത്തിച്ചിട്ടുള്ളത്. എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ മാത്രമല്ല അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ അടുത്ത കാലത്ത് അമ്പലപ്പുഴയിൽ പോകാൻ എനിക്ക് അവസരമുണ്ടായി. പാവങ്ങൾക്ക് അദ്ദേഹം വീട് വെച്ചു കൊടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഞാൻ ക്ഷണിക്കപ്പെട്ടത്. വർഷങ്ങളായിട്ട് അത് അദ്ദേഹം തുടർന്നു വരിക. ഗൾഫിൽ വന്ന് ഉപജീവനത്തിന് വേണ്ടിയോ നാട്ടിലെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയോ പ്രവർത്തിച്ച നമ്മുടെ സഹോദരങ്ങൾ കെട്ടിപ്പടുത്തത് തൊഴിൽശാലകൾ മാത്രമല്ല, കാരുണ്യത്തിന്റെ മഹാമന്ദിരങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ജീവിതമാണ് ഹരിയേട്ടൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ സ്നേഹത്തിന്റെ ഫലമായിട്ടാണ്
ഇതുപോലുള്ള മഹത്തായ അവസരത്തിൽ നമുക്ക് സംഗമിക്കാൻ സാധിച്ചിട്ടുണ്ട്. അറബികളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ പഴക്കമുള്ള ബന്ധമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ in the deep core of our culture, the very basis of our Indian culture, there is the impact of Arab civilization and the unique relationship between these two civilizations, one the Arabian or the Middle East Islamic civilization and the other the great Indian civilization. These both have existed along with other civilizations, other cultures everywhere in the world, and now at the present, in the present condition, in the present scenario, in the present situation of the world, we have the duty to spread the message of love and compassion. ലോകത്തൊരിടത്തും അസമാധാനം ഉണ്ടാകും, എവിടെയും സമാധാനം പകർന്നു കാണും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നാം എല്ലാവരും ഏറ്റെടുത്ത് നടത്തേണ്ടത്. ഈ ലോകത്തെല്ലാ മതങ്ങളും ഒരുപോലെ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമാണ് സമാധാനം എന്ന മൂല്യം. ഇന്ത്യയുടെ ആത്മാവായിട്ടുള്ള ഹൈന്ദവ ദർശനം, വേദാന്ത ദർശനം, അത് ലോകത്തിന് എന്ത് നൽകി എന്ന് ചോദിച്ചാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു ചെറിയ മന്ത്രമാണ്. ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഹൈന്ദവ ദർശനം, ഹൈന്ദവ ധർമ്മം നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു പക്ഷേ ഗുളിക രൂപത്തിൽ നൽകാൻ സാധിക്കുന്ന ഒരു മന്ത്രത്തിന്റെ ശകലമാണ് ഓം ശാന്തി എന്ന്. ശാന്തി ഉണ്ടായിരുന്നു, ഇവിടെയും സമാധാനമുണ്ട്. ഈ ഓം ശാന്തി മന്ത്രത്തിലെല്ലാം അടങ്ങിയിരിക്കുന്നു. ക്രൈസ്തവ സഹോദരങ്ങൾ ലോകം മുഴുവനും ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ബൈബിളിന്റെ സ്നേഹ സന്ദേശമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമാണ് ക്രൈസ്തവ ദർശനവും ഉദ്ഘോഷിക്കുന്നത്. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം, the very meaning of the word Islam is peace. The word Islam has derived from the original Arabic term silm. Silm എന്ന അറബ് വാക്കിൽ നിന്നാണ് ഇസ്ലാം എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. It has derived the asl in the language of Arabic. അറബ് ഭാഷയിൽ ഇസ്ലാം എന്ന വാക്കിന്റെ അടിസ്ഥാനം സിൽമ എന്ന വാക്കാണ്. And that means peace. And there is a great prayer, supplication taught by the Holy Prophet Muhammad sallallahu alayhi wa sallam. Allahumma anta as-salam wa minka as-salam wa ilayka yarji'u as-salam. Hayyina rabbana bis-salam wa adkhilna dar as-salam. تبارك ربنا وتعاليت يا ذا الجلال والإكرام. അല്ലാഹുവേ, നീ തന്നെ ദൈവമേ, നീയാണ് സമാധാനം. ദൈവമേ, നിന്നിൽ നിന്നാണ് സമാധാനം. ദൈവമേ, നിന്റെ അടുക്കലേക്കാണ് സമാധാനത്തിന്റെ മടക്കം. അടുത്ത വാക്ക് വളരെ വൈകാരികമാണ്, വളരെ ഇമോഷണൽ ആയിട്ട് മാത്രമേ അത് കേൾക്കാൻ സാധിക്കൂ. ഹയ്യനാ റബ്ബനാ ബിസ്സലാം. ഓ ഗോഡ്, ലെറ്റ് us please bless us to hear the salutation of peace. Hayyina, tahiyya. Hayyina rabbana. Oh God, please bless us. Wherever we go, we should listen the salutation of peace. ഞങ്ങൾ എവിടെ ചെന്നാലും സമാധാനത്തിന്റെ അഭിവാദ്യം കേൾപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് പറയുന്നത്. എവിടെ ചെന്നാലും പീസ് പീസ് പീസ്, സമാധാനം സമാധാനം. ഈ സമാധാനത്തിന് വേണ്ടിയാണ് ലോകമെന്ന് ആഗ്രഹിക്കുന്നത്. അതിനാദ്യമായിട്ട് വേണ്ടത് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും. ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു വാക്കുണ്ട്, മനോമയമിതം സർവം എന്ന്. കേരളത്തിന്റെ മഹാനായ ഗുരു നാരായണ ഗുരു വീസടി, മനോമയമിതം സർവം, എല്ലാം മനസ്സാണ്, എല്ലാം മനസ്സാണ്. മനസ്സിനെ നേർവഴിക്ക് കൊണ്ട് നടക്കുന്നവന്, if you can change your mind, you can change your world. ഇംഗ്ലീഷുകാർ സാധാരണ പറഞ്ഞു പോരുന്ന ഒരു വാക്കാണ്, if you can change your mind, you can change your world. അതിനാദ്യമായിട്ട് we have to change the attitude. ഇന്നലെ ഹരിയേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഓപ്ഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. മനുഷ്യരുടെ മനോഭാവങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ, ഓപ്ഷൻസ്.
ഈ ഓപ്ഷൻസ് ആണ് മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അവനെ അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകുന്നതും. നല്ലതായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ഹൃദയത്തിലേക്ക് പരിശുദ്ധ റസൂലിന്റെ പ്രവാചക തിരുമേനിയുടെ തിരുനബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രസിദ്ധമായ തിരുവചനം. There is a great saying of the Holy Prophet. Famous saying. Prophet said, "Ala inna fil jasad mudghah idha salahat salaha al jasad kullu wa idha fasadat fasada al jasad kullu ala wa hiya al qalb." ലോകരെ അറിയുക, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. There is a clot of flesh, there is a clot of blood in the chest of every human being. Idha salahat salaha al-jasad kullu. If it is fine, then the whole body, then the whole life of the individual, it is well and good. ആരുടെ ഹൃദയം നെഞ്ചിലിരിക്കുന്ന ഈ മാംസപിണ്ഡമാണോ നന്നായിട്ടുള്ളത്, അയാൾ മുഴുക്കെ നന്നായിരുന്നു. ഈ മാംസപിണ്ഡം ചീത്തയാകുന്നതോടെ അയാൾ മുഴുവൻ ചീത്ത. After saying this, the Holy Prophet was pointing to his own chest. ഇത് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തന്റെ നെഞ്ചത്തേക്ക് വിരൽ ചൂണ്ടി. തന്റെ സ്വന്തം നെഞ്ചത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, അറിയണം, അലാ. ഈ അല എന്ന അറബ് വാക്ക് തന്നെ, that is a very unique word in the Arabic language. Ala. Ala. It means attention. Attention. Oh, if we can translate that word in Arabic, it means law. L-O. Law. Ala. Let the world know. Ala wahiya al-qalb. The word qalb means that which changes. Qalb. And for revolution and for change, the word in the Arabic language is inqilab. That the word is inqilab. It was one of the slogans of the freedom movement of India. Inqilab Zindabad. It was one of the slogans of Indian struggle for freedom. Our forefathers fighting for freedom, India. Especially it was the slogan of our great forces like INA, Indian National Army, in which the Honorable Father of Mr. Hari Kumar Hariharan, he participated in the struggle for freedom as a member of INA led by Subhash Chandra Bose. That is our great tradition. They were always raised this slogan, Inqilab Zindabad, Inqilab, Matam, Qalb. This word has appeared in various languages of India. മലയാളത്തിലെ ചലച്ചിത്ര ഗാനത്തിൽ പോലും സ്വാധീനം നേടിയിട്ടുള്ള വാക്കാണ് കൽബ് എന്ന് പറയുന്ന വാക്ക്. കൽബ് മലയാളത്തിലെ സിനിമ പാട്ടുകളുണ്ട്. I don't want to prolong my talk. I just wanted to draw the attention of this august assembly, this august house, to only this aspect of today's demand, that let us be united for the great things in life. ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ സ്നേഹിക്കാൻ. ഇന്നിവിടെ വെച്ച് എക്സലൻസ് അവാർഡ് നൽകപ്പെടുന്നവരൊക്കെ സ്നേഹം പരത്തിയവരാണ്. മൊഹബ്ബത്ത്, മൊഹബ്ബത്ത്, സ്നേഹം പരക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് മൊഹബ്ബത്ത് എന്ന് പറയുന്ന വാക്ക്. മഹബ്ബ അല്ലെങ്കിൽ മഹബ്ബ എന്ന് അറബ് സഹോദരങ്ങൾ പറയുന്നതിനെ നാം ഇന്ത്യ രാജ്യത്തിന്റെ കഴിഞ്ഞ 10-75 കൊല്ലക്കാലത്തെ ഹിന്ദി ഭാഷയിലെ ചലച്ചിത്രങ്ങളുടെ പേരെടുക്കാൻ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടു പോകും. പല സിനിമകളുടെയും പേര് ശുദ്ധ അറബിയാണ്. The names of a large number of movies, films of India, the film industry, names are pure Arabic words. Pure Arabic words. Indian film names, Ishq, Junoon, Mohabbat, I'tibar, I'timad, all these, even Sholay, that great Hindi film, Sholay, Amitabh Bachchan, Dharmendra, all these great actors. When I was a student of college, I remember
everywhere Sholay created a storm, a wave. Only very few people know that this Sholay is an Arabic word. That the name of the Hindi film. Once I was walking through the streets of Dubai, I saw everywhere a board. That was the advertising board of or the advertising board of a company. And the name of the company is Shurale. Shurale. Arabic. It came in India. It became Sholay. That great Hindi film. So our ties are so close. The relationship of Arab people, Arab society is very close to Indian society, and we can never forget that the graciousness of the Arab people, which is responsible for the growth and development of our people. We came to this UAE and you welcomed us. You welcomed us. Once I was moving through the streets of my own village, Kottakkal, which is considered as the center of Ayurveda treatment, Markazul Ilaj al-Qadim, Kottakkal in Kerala. Puradana Chigisayude valiya kendramayittu kanakkakkapedunna Kottakkalkaranaanu. I was passing through Kottakkal street. Everywhere there are the shops of food. Shops of food in the street of Kottakkal. Because many people come from the Arab countries to my village for taking treatment in Ayurveda. And I was moving to Sheikh Khazraji. Sheikh Khazraji rahimahullah. Kana wazir al-awqaf fil imarat. And I told Sheikh Khazraji, Your Excellency, you are seeing these buildings, this great progress, this great upliftment for all these things. Our people are very much grateful to your country, United Arab Emirates. I told him to Sheikh Khazraji. And the Indians never fought with the Arabs. Indians never fought with the Arabs. British came to India, we fought with them. French came to India, we fought with them. Portuguese came to India, we had centuries long fighting with them. That's it. People came to India, we fought with them. Arabs are the only people with whom Indians never had any fight. Only there was the cordial relationship, Indians and Arabs. Throughout history, it is without any fear of contradiction. You can say, never there was any kind of strife. They came to Indian or sea lands, everywhere, even Ibn Battuta came. Ibn Battuta has described Calicut, Qaryatun Mashhura, fi Kerala, fi Malabar, Calicut. Ibn Battuta in his kitab Al-Rahla, he has written, there were ships in Calicut, just like it was a taxi stand. Ships were going to China, ships were going to Jeddah, ships were going to other places in the Middle East. ഒരു ടാക്സി സ്റ്റാൻഡിൽ ടാക്സി വലഭാഗത്തേക്ക് നിർത്തിയിട്ട പോലെ കോഴിക്കോട്ട് കടൽ തീരത്ത് കപ്പലുകൾ നങ്കൂരമടിച്ചിരുന്നുവെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്നു ബത്തൂത്ത എഴുതിയിട്ടുണ്ട്. ആ മഹത്തായ സാംസ്കാരിക ബന്ധമാണ് നമുക്കിടയിലുള്ള ബന്ധം. It is a relationship of peace, and let us strive for bringing more and more peace to the society. In these simple words, humble words, I am concluding my remarks. Once again, I congratulate you. I congratulate all the winners, all the great personalities to whom the excellence awards are being given. That's granted. ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കുന്നതിന്റെ പിന്നിൽ വലിയ പ്രചോദനങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രചോദനങ്ങൾ ഇനിയും മുന്നോട്ട് പോകാൻ ഉത്സാഹമായി തീരട്ടെ. നല്ലത് ചെയ്യാൻ സാധിക്കട്ടെ. വളരെ കുറഞ്ഞ കാലത്തേക്ക് ജീവിതമുള്ളൂ. നല്ലത് പ്രവർത്തിച്ച് ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. യോ ഹി ജിന്ദഗി യോ ഹി ബഹുത് കം മുഹബ്ബത്ത് കെ ലിയെ
जिंदगी यूं ही बहुत कम मोहब्बत के लिए फिर रूठ कर वक्त गवाने की जरूरत क्या है. ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ സ്നേഹിക്കാൻ. ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ സ്നേഹിക്കാൻ. जिंदगी बहुत कम है मोहब्बत के लिए फिर रूठ कर वक्त गवाने की जरूरत क्या है. പിന്നെ പിണങ്ങിയിട്ടും ശത്രുതയോടെയും കാലം കഴിക്കേണ്ടതിന്റെ ആവശ്യമിരിക്കുന്നു എന്ന് ചോദിച്ച കവിയോട് ചേർന്നുകൊണ്ട് ലോകം മുഴുവൻ സമാധാനം വരട്ടെ. യേശുക്രിസ്തു ആഗ്രഹിച്ചതുപോലെ തിരുനബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിലഷിച്ചതുപോലെ ഇന്ത്യയുടെ മുനിമാരും ഇന്ത്യയുടെ ഋഷി പരമ്പരയിലെ മഹാന്മാരായിട്ടുള്ള ഗുരുക്കളും എക്കാലത്തും ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ സമാധാനത്തിന്റെ പുലരി എവിടെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓമന മക്കളുടെ കണ്ണിൽ ആശങ്കകളില്ലാത്ത ആശ മാത്രം വിരിയുന്ന നക്ഷത്ര ദീപങ്ങൾ ജ്വലിച്ചു നിൽക്കുന്ന പ്രഭാതങ്ങളും ത്രിസന്ധ്യകളും എന്നും ശോഭിച്ചു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്കെല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ with your permission, with the permission of all the dignitaries who have assembled here, who are present here, I declare this function open. Bismillahirrahmanirrahim. കാരുണ്യവാനായ സർവശക്തന്റെ തിരുനാമത്തിൽ with the permission of you all, I wish you all the best. Very good evening. Assalamu alaikum warahmatullah. Namaste. Namo Bhagam. Namaskar.